അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തസ്കിയ തജ്വീദ് ക്ലാസ്. ഏതൊരു ഭാഷയും കൈകാര്യം ചെയ്യണമെങ്കിൽ അതിൻ്റെ അക്ഷരമാല പഠിക്കൽ നിർബന്ധമാണ്. അതിൻ്റെ അക്ഷരങ്ങൾ കൃത്യമായി ഉച്ചാരണത്തിൽ കൊണ്ടുവരുമ്പോഴേ ആ ഭാഷ കൈകാര്യം ചെയ്യാൻ സാധ്യമാവുകയുള്ളൂ. എന്നതുപോലെ വിശുദ്ധ ഖുർആന്റെ ഭാഷയാണല്ലോ അറബി. അതുകൊണ്ട് തന്നെ അറബി അക്ഷരമാല കൃത്യമായി ഉച്ചരിക്കാൻ പഠിച്ചാൽ മാത്രമേ വിശുദ്ധ ഖുർആൻ സുന്ദരമായി ഓതാൻ സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ തസ്കിയ ആദ്യ ക്ലാസ് അക്ഷരമാലയിൽ നിന്ന് തുടങ്ങുകയാണ്. ശ്രദ്ധിക്കുക. അലിഫ് അലിഫ്, ബ, ത, സ, ജീം, ഹ, ഖ. ഇവിടെ നാം ശ്രദ്ധിക്കുക. നാം സാധാരണ പറയുന്ന ഒരു ഉച്ചാരണമുണ്ട്. അലിഫ്, ബ, ത, ഇങ്ങനെ പറയരുത്. ഹംസയിൽ വഖഫ് ചെയ്യുമ്പോൾ ബ, ത എന്ന് പറയണം. ഈ ത എന്ന് പറയുന്നത് തത്ത എന്ന് പറയുന്ന മലയാളത്തിലെ ത അല്ല. ത ഒരൽപ്പം കാറ്റ് പുറത്തേക്ക് വന്ന് ത ത എന്ന് പറയണം. സഇന് ജായിന്റെയോ സീനിന്റെയോ ഉച്ചാരണം വരാൻ പാടില്ല. സ നാവിന്റെ തല ഒരൽപ്പം മുന്നോട്ട് വരണം. സ, ജീം, ഹ. അറബി അക്ഷരമാലയിൽ ഏറ്റവും പ്രയാസമുള്ളത് ആയിട്ട് അനുഭവപ്പെടുന്നത് ഹൽക്കിന്റെ അക്ഷരങ്ങളാണ്. ഇൻഷാ അല്ലാഹ് നമുക്കത് പിന്നീട് വിശദീകരിക്കാം. ഹ, ഖ, ദാൽ, 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 ദാൽ രണ്ടും വ്യത്യാസമുണ്ട്. ഈ ദാൽ പലപ്പോഴും തെറ്റിപ്പോകും. ദാൽ എന്നത് സായ് ആയിട്ടോ സീനായിട്ടോ പറയാൻ പാടില്ല, ദാൽ ആയിട്ടോ പറയാൻ പാടില്ല. ദാൽ, ദാൽ, റോ. ഇത് മലയാളത്തിലെ തറ പറ എന്ന റ അല്ല. ശ്രദ്ധിക്കുക. റോ, സായ്, സീൻ, ഷീൻ, സ്വാദ്, ലോദ്, ഇത് ഈ മലയാളത്തിലെ തൊക്ക് എന്ന് പറയുന്ന അതോ അതുപോലെ തൊലി എന്ന് പറയുന്ന ആ ഒരു തോ അതൊന്നുമല്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് വിശദീകരിക്കാം. ഐൻ, ഐൻ അറബിയിൽ ഏറ്റവും പ്രയാസമുള്ളതായിട്ട് ആളുകൾ പറയുന്ന അക്ഷരമാണ്. ഇൻഷാ അല്ലാഹ്. ഐൻ, ഐൻ, ഗൈൻ, ഗൈൻ, ഫ, ഫ, ഖാഫ്, ഖാഫ്. ഈ ഖാഫ് അടുത്തതായിട്ട് കാഫ്. ഇത് രണ്ടും പ്രിയമുള്ളവരെ വേറിട്ട് തന്നെ നാം പറയണം. ഖാഫ് ഇതൊക്കെ പലപ്പോഴും നാം ഖുർആൻ ഓതുമ്പോൾ വരാത്ത അക്ഷരങ്ങളാണ്. ഇതൊക്കെ ആവർത്തിച്ച് പറഞ്ഞ് പഠിക്കുക തന്നെ വേണം. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് വിശദീകരിക്കാം. ലാം, ലാം, മീം, മീം, നൂൻ, നൂൻ, ഹ, ഹ, വാവ്, വാവ്, യാ, യാ. ഈ വാവ് പറയുമ്പോൾ ശ്രദ്ധിക്കണം പ്രിയമുള്ളവരെ, പലപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു തെറ്റാണ്. വാവിന്റെ മഖ്റജ് യഥാർത്ഥത്തിൽ നാം പറയുമ്പോൾ താഴെ ചുണ്ടും മേലെ പല്ലിൽ തട്ടിച്ചിട്ടാണ് വ. അത് മലയാളത്തിലെ വ ആണ്. ശ്രദ്ധിക്കുക, അത് മലയാളത്തിലെ വ ആണ്. ഇതൊരിക്കലും അറബിയല്ല. അറബിയിലേക്ക് വരുമ്പോൾ രണ്ട് ചുണ്ടും നടു ഒഴിവായിട്ട് രണ്ട് ചുണ്ടും കൂർപ്പിച്ച് അതിന്റെ നടുവിലൂടെ വ വ വ അങ്ങനെ വരണം. പ്രത്യേകം ശ്രദ്ധിക്കുക. വ വ വ അങ്ങനെ തന്നെ പറഞ്ഞ് ശീലിക്കുകയും ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമുക്ക് ഫാത്തിഹയുടെ ആയത്തുകൾ വരുമ്പോൾ വിശദമായിട്ട് ഓരോ അക്ഷരങ്ങളും പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആന്റെ അഹ്ലുകാരിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. നാഫിയായ ഇൽമിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും. വിശുദ്ധ ഖുർആൻ തെറ്റുകൂടാതെ പാരായണം ചെയ്യാൻ തസ്കിയ തജ്വീദ് ക്ലാസ്. തസ്കിയ തജ്വീദ് ക്ലാസ് ഭാഗം 2.